വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഗുരുവിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വഴിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞങ്ങൾ നിന്നോടുകൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവർ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി കിടന്നാൽ വെന്തു പോവുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ശശികായേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവമായുള്ളവേ, പുനരുദ്ധാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവേ, അവനെ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന അവനെ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനെ നിദ്രകൊള്ളുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലും നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചുവല്ലോ. വിജ്ഞാനത്തിനും സ്നേഹത്തിനും ഞങ്ങളുടെ ഈ പ്രിയമുള്ള പിതാവിന്റെ പാപവും പരീക്ഷവുമുള്ള ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്റെ വേർപാട് മൂലം ദുഃഖത്തിലായിരിക്കുന്ന നിന്റെ മക്കളെ കടാക്ഷിച്ച് അവരെ എന്നും ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. നിത്യപ്രകാശമായി വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പരിശോധനയുടെ പ്രിയത്തിന്റെ പ്രവേശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലുമുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നവൻ നീയാകുന്നു, ഞങ്ങളിൽ നിന്ന് അവയെ എടുക്കുന്നവനും നീയാകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന പൂർണ്ണഹൃദയത്തോട് പറയുവാൻ നിന്റെ മക്കൾക്ക് അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവിൽ പ്രിയമേ, ഈ പ്രിയമുള്ള ദാസൻ അധിവസിച്ചിരുന്ന ഭവനത്തില് ഈ ഭൗതിക ശരീരം നാം എത്തിച്ച് പ്രാർത്ഥനയോടും പകയോടും കൂടെ ഇപ്പോഴായിരിക്കുമ്പോൾ വേദനയിലും ഭാരത്തിലുമായിരിക്കുന്നവർക്കും ദേശത്തിനും ദൈവത്തിൻ്റെ തിരുവാശ്വാസം അനുഭവിക്കുന്നതിന് വേണ്ടിയും നിറവേറ്റുന്നതിന് വേണ്ടിയും കർത്താവിൻ്റെ തിരുമുൻപിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം ബോഡി വെളിയിലേക്ക് ഇറക്കും. എന്നതിന് ശേഷം അവിടെയാണ് പിന്നീടുള്ള ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ നിർവഹിക്കാൻ പരിശ്രമിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പുനരുദ്ധാനവും ജീവനുമായി ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ചേർക്കുന്ന ഞങ്ങളുടെ കർത്താവാം ക്രിസ്തുവേ, അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഈ പ്രിയമുള്ള ദാസന്റെ ആത്മാവിനെ ഞങ്ങൾ കരുതേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യമാകുന്ന കൃപയാൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിനനുസൃതമായിട്ട് അങ്ങയുടെ ദിവ്യമാകുന്ന കൃപ ഞങ്ങളിൽ എല്ലാവരിലും പകർന്നു. കർത്താവേ, ഈ പ്രത്യേക ശുശ്രൂഷകളെ മാനിച്ച് ഈ ഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമാകുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ തിരുകൃപ ഏവരിലും പകരണമേ. താൻ അധിവസിച്ചിരുന്ന ഭവനത്തിൽ അവസാനമായി തൻ്റെ ഭൗതിക ശരീരം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ ലക്ഷ്യങ്ങളും തൻ്റെ വിശ്വാസവും തൻ്റെ പ്രാർത്ഥനകളുമൊക്കെ ഉയർന്ന ഈ ഭവനത്തിൻ്റെ ഉൾത്തടങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ഈ ഭൗതിക ശരീരത്തെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പുനരുദ്ധാനത്തിൽ ഒരു ദിനമുണ്ടാകുമ്പോൾ കർത്താവേ, അക്ഷയമായി ഉയരപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ ദിവ്യമാകുന്ന കൃപ ഈ ഭൗതിക ശരീരത്തിലും അതോടൊപ്പം ദൈവത്തിൻ്റെ തിരുവാത്മാവിലും നിറച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം
അങ്ങയുടെ കൃപ ചൊരിയണമേ എന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. വേദനയിലും ഭാരത്തിലും നൊമ്പരത്തിലുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരെ എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ പിതാവിനും തങ്ങളുടെ പ്രിയപ്പെട്ടവന് തങ്ങളുടെ വലിയപ്പച്ചന് അവസാനമായിട്ട് അഭൗതിക ശരീരത്തിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷകൾ നൽകുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ അങ്ങ് ധൈര്യപ്പെടുത്തണമേ. ധൈര്യത്തോടെ ഈ ശുശ്രൂഷകൾ നിർവഹിക്കാൻ തക്കവണ്ണം എവരെയും അങ്ങ് കരുതണമേ. വന്നു ചേരുവാനുള്ളവരുണ്ട്, പ്രിയമുള്ളവരോട് കൂടെ ഇരിക്കണമേ. ഇന്നത്തെ പകൽക്കാലം ഈ ശുശ്രൂഷ ജീവനോട് കൂടി ഇരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു മാറ്റത്തിനും വലിയൊരു നന്മയ്ക്കും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ തിരുവധിവാസം ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കാലാവസ്ഥകളെ ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമാക്കണമേ. ഈ ശുശ്രൂഷകളുടെ അവസാനത്തോളം ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. വന്നു ചേരുവാനുള്ള എവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരും മേലും ദൈവകൃപ പകരണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മാനവും മഹത്വവും എടുക്കണം. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ. വിശ്വാസക്കല്ലാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേനിക്കേറെ പിന്നീടുന്നു. വിശ്വാസക്കല്ലാൻ ഞാൻ നോക്കിയിടുമ്പോൾ വിശ്വാസ
മരണത്തിൽ നിന്നും നിന്റെ സ്നേഹത്തിനാരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ വാട്ടുമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കളിൽ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ അങ്ങ് യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഞങ്ങളെയും അങ്ങ് ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ പാർക്കുവാനും പിതാവിനും പരിശുദ്ധാത്മാവിനോടും കൂടെ ഞങ്ങളെല്ലാ കാലവും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നതിനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവേ നിന്നോടുകൂടെ വാഴുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണഹൃദയത്തോട് പറയുവാൻ നിന്റെ മക്കൾക്ക് അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പള്ളി കാര്യത്തിൽ ഭവനത്തിൽ സ്തേഫനോസ് എന്ന പ്രിയമുള്ള പിതാവിൻ്റെ ഭൗതിക ശരീരമാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമാകുന്ന പ്രയാസത്തോടും ഭാരത്തോടും ആശുപത്രിയിലേക്ക് വിലയം പ്രാപിച്ചു ICUവിൽ പ്രവേശിപ്പിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും നൽകുവാൻ കഴിയുന്ന ശുശ്രൂഷകളൊക്കെ നൽകി സമാധാനത്തോടുകൂടെ ഭവനത്തിൽ വന്നു ചേർന്നു. വീണ്ടും ശാരീരികമാകുന്ന ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് താൻ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, ഓരോ വിശ്വാസിയും ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ സമയത്തിന് ശേഷം തൻ്റെ ആത്മാവിന് ദൈവകരങ്ങളിലേക്ക് തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് ഭൗതിക ശരീരം ഈ ഭൂമിയിൽ സംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൗതിക ശരീരത്തിന് മുൻപിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും അഭിതരമാകുന്ന ഒരു പ്രത്യാശ, ഇദ്ദേഹത്തിന് ഇപ്പോൾ 79 വയസ്സ് പൂർത്തീകരിച്ചു, 80ലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയമാണ്. ഈ 79 വർഷക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ അംശവും വഹിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച ശരീരമാണ് ഈ ഭൗതിക ശരീരം. അതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തിന് ഇത്രമാത്രം ഭവ്യത കൊടുക്കുന്നത്. ദൈവാത്മാവ് വസിച്ചിരുന്ന ഒരു ശരീരത്തെയാണ് നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യരാകുന്ന നമുക്ക് സംസ്കാരം എന്ന് പറയുന്ന ശുശ്രൂഷയിലൂടെ, അടക്കപ്പെടേണ്ട ശുശ്രൂഷകളിലൂടെ ഒക്കെ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭൗതിക ശരീരത്തിന് മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ ഭയഭക്തിയോടും ഭവ്യതയോടും കൂടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നത്. ഈ ശുശ്രൂഷ ആണ് ഈ ദേഹത്തിന് ഈ ഭൂമിയിൽ വെച്ച് നൽകുവാൻ കഴിയുന്ന അവസാനത്തെയും ഏറ്റവും മഹത്തരവുമായ ഒരു ശുശ്രൂഷ. കാരണം ദൈവം മാനിച്ച ഒരു ശരീരമാണല്ലോ. ദൈവം മാനിച്ച ശരീരത്തെ നാം മാനിക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷകൾ നിർവഹിച്ച് ഈ ഭൗതിക ശരീരം മണ്ണിനോട് മണ്ണി ചേർക്കുന്നതിന് വേണ്ടി സംസ്കാരം എന്ന പ്രത്യേക അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതുകൊണ്ട് കൂടപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ശരീരത്തിൽ ദൈവാത്മാവ് അധിവസിച്ചിരുന്ന നിമിഷങ്ങളിൽ ചെയ്തു കൂട്ടിയ നന്മകളും മാതൃകകളും ഒക്കെ ഓർക്കുവാനും അടുത്ത തലമുറയോട് അത് അറിയിക്കുവാനും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണമെന്ന ഒരു തീരുമാനങ്ങൾ എടുക്കുവാനുമൊക്കെയുള്ള അവസരമാണ് ഓരോ ബറിയൽ ശുശ്രൂഷകളിലൂടെയും നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം ഈ ഭൗതിക ശരീരത്തിന് ചുറ്റും കൂടി നിന്നുകൊണ്ട് ഈ മനുഷ്യനെക്കുറിച്ചും അതോടൊപ്പം ജീവനോടുകൂടി ആയിരിക്കുന്ന നമ്മെക്കുറിച്ചും ഉള്ള ഒരു വിലയിരുത്തലും ചിന്തയ്ക്കും ഒക്കെയുള്ള അവസരങ്ങളാണ് നൽകുന്നത്.
നമുക്കറിയാം കാലാവസ്ഥയൊക്കെ മോശമായിട്ടുള്ളതാണ്. 11:30-ക്കാണ് ഇവിടെ ഉള്ള പ്രത്യേക ശുശ്രൂഷ ആരംഭിച്ച് ഭവനത്തിലെ ശുശ്രൂഷകൾ 12 മണിയോടുകൂടി അവസാനിക്കുകയും ശേഷം ആലയത്തിലുള്ള ശുശ്രൂഷകളും അതിനുശേഷം സെമിട്രിയിലുള്ള ശുശ്രൂഷകളുമാണ് നിർവഹിക്കപ്പെടുന്നത്. ആലയത്തിലുള്ള ശുശ്രൂഷകളിൽ അഭിവന്ദ്യ ബിഷപ്പ് എത്തും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പ്രത്യേക ശുശ്രൂഷയിൽ വന്നു ചേർന്നിരിക്കുന്നവർക്ക് അനുശോചനങ്ങൾ രേഖപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ആശ്വാസഗാനങ്ങൾ ആലപിക്കുവാനും ഒക്കെയുള്ള സമയമാണ് ഇനി കുറച്ച് സമയം വേർതിരിക്കുന്നത്. അതുകൊണ്ട് ദേശത്തെ രാഷ്ട്രീയമായും മറ്റ് സാമൂഹിക സേവനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്ക് ഈ മനുഷ്യനെക്കുറിച്ച് പറയുവാനുള്ള അവസരവും അതോടൊപ്പം ഇതര സമൂഹത്തിലെ ദേശത്തിന് ആശ്വാസവേദനകൾ നൽകുവാനുള്ള സമയമായിട്ട് ഈ സമയത്ത് വേർതിരിക്കുന്നു. പ്രാർത്ഥനയോടെ താല്പര്യമുള്ളവർക്ക് മുൻപോട്ട് വന്ന് അതിനുള്ള അവസരങ്ങൾ വിനിയോഗിക്കാവുന്നതാണ് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പോൾ നമ്മളിപ്പം കൊല്ലംകൊട്ടാരക്കര മഹായിടവകയിലെ ബിഷപ്പ് കമ്മശ്രീയായിട്ട് ഈ നാളുകളിൽ സേവനം അനുഷ്ഠിക്കുന്ന സ്നേഹവും ബഹുമാനവുമുള്ള ഡേവിഡ് ഹാഗലക്ഷൻ നമ്മോടൊപ്പമുണ്ട്. ഇനിയും ധാരാളം അച്ഛന്മാരും എത്തിച്ചേരുന്നുണ്ട്, ശിശുമൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളേവരും നിങ്ങൾക്ക് കഴിയുന്ന അവസരങ്ങളിൽ വളരെ താല്പര്യത്തോടെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം അനുശോചനങ്ങൾ രേഖപ്പെടുത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളായി കഴിഞ്ഞ സമയത്ത് വേർതിരിക്കുന്നു. ദൈവം അതിനു വേണ്ടി നിങ്ങളെ സജ്ജമാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവം നയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നമ്മളിയായി തിരക്കി ചേർക്കപ്പെട്ടിരിക്കുന്നു. ദൈവമുള്ള നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന് ആയിരമായ സ്തോത്രം ചെയ്തിരിക്കുന്നു. ഈ ലോകത്തിലെ എൻ്റെ ജീവിതം നിഗ്രഹമായിട്ട് പ്രത്യേകിച്ച് കർത്താവിനെ ചേർക്കപ്പെടുവാൻ പറ്റുമെന്ന് ശുദ്ധിയായിട്ട് ഇതരമായല്ലോ. ഈ ലോകത്തിലെ ജീവിതത്തിലൂടെ കുടുംബത്തിനും സഭയ്ക്കും ഒരുപാട് സംഭവം നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് ഭാഗത്തിലേക്കുന്നു. പ്രിയപ്പെട്ട മകൻ്റെ ഒരുപാട് ദുഃഖത്തിലിരുന്ന കുടുംബാംഗങ്ങളെയും ദൈവമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവെ ദൈവമായ ശുശ്രൂഷകൾ പ്രാർത്ഥനാവിട്ടിരിക്കുകയും ഏറ്റവും കർത്താവെ ദൈവനാ മഹത്വത്തിന് കാരണമാക്കിയിരുവാൻ സുഖിതാവെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനഗര മനസ്സിൻ്റെ യാത്രയിൽ കൂടെ സഹായിക്കണമേ. ഒക്കെ സമയത്ത് ചേർന്ന് അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ പ്രകടിപ്പിക്കുകയും കഴിയാത്തവരെ ഇവിടുത്തെ സഹായിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ഈ കൂടി നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യതയുടെ സന്തോഷം നൽകാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മരണവും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ മുന്നിട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള അഭിബന്ധത്തിലാണ് ഞങ്ങൾ ക്രിസ്തു മരിക്കുന്നത് ബോധ്യപ്പെടുവാൻ ഇല്ലതിൻ്റെ മക്കളെയും സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെടുവാനും മാനസികപ്പെടുവാനും വീണ്ടും ജന്മം പ്രാപിക്കാനും ക്രിസ്തുവിൻ്റെ നിശ്ചയിൽ ഞങ്ങളെല്ലാം കാണപ്പെടുവാനുള്ള അവസരമായി ഓരോ മരണങ്ങളെയും കർത്താവെ പഠിപ്പിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദനയും ഭാരവും ദുഃഖമുണ്ടെങ്കിലും കർത്താവെ നീ വീണ്ടും വരുമ്പോൾ ക്രിസ്തു മരിച്ചെടുക്കുകയും ആദ്യ ഊട്ടിക്കുന്ന ആളിൽ പ്രിയനും മകനും എഴുതപ്പെടുന്നതിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന് പ്രത്യാശയും കണ്ടെത്താനും നല്ലെല്ലാവരും സഹായിക്കണമേ. പരസ്പര സ്നേഹത്തിനും ഐക്യതയും ദൈവങ്ങളെ ബലപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി ലോകത്തിന് ജ്യോതിഷമായിട്ട് പ്രകാശിക്കാൻ ഞങ്ങളെല്ലാവരും ക്രിസ്തുവിനെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ നിവാസം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ആത്മീയ ദർശനങ്ങളെ നമ്മളോട് ഓർക്കുകയും ദൈവം ഭാഗ്യപ്പെടുകയും ചെയ്യുന്നു. സർവമഹത്വമേ കൽപ്പിക്കുന്ന കർത്താവെ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെ കൃപ നിന്റെ മക്കളിനെ ധാരാളമായിട്ട് പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ശുദ്ധിപിതാവേ, ആമേൻ. സ്വർഗ്ഗകവാടം തുറക്കൂ നാഥ, കാരുണ്യമായി പോടി നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ
സ്വർഗകവാടം തുറക്കൂ നാഥ കാരുണ്യമായി പോടി നോക്കൂ നിൻ വിളി കേട്ടങ്ങു വന്നു നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണി നാഥാ നിന്നെ കാരുണ്യവളവച്ചതല്ലോ സർവം പൊറുക്കേണി നാഥാ നിന്നെ കാരുണ്യവളവച്ചതല്ലോ സ്വർഗകവാടം തുറക്കൂ നാഥ കാരുണ്യമായി പോടി നോക്കൂ നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. ജീവന്റെയും മരണത്തിന്റെയും അതിനാഥനായ ക്രിസ്തുനാഥ, അങ്ങയുടെ വിളി കേട്ടുകൊണ്ട് ഞങ്ങളുടെ പക്കൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ സെഫാനോസിനെ അപ്പച്ചൻ്റെ ആത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ന്യായമില്ല വിധവയുടെ മകനെ ജീവനിലേക്ക് ഉയർപ്പിച്ച തമ്പുരാനെ, ലാസറിനെ മരണകവാടത്തിൽ നിന്നും ജീവനിലേക്ക് നയിച്ച നല്ല ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ ആത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ അപ്പച്ചൻ ഭൂമിയിലായിരുന്നപ്പോൾ അറിഞ്ഞറിയാതെ ചെയ്തു പോയ എല്ലാ പാപാപരാധങ്ങളും പുറത്തുകൊണ്ട് അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആത്മാവിനെ കഴുകി വിശദീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ അങ്ങയുടെ മാലാഖമാരത്ത് അങ്ങ് എന്നും അനവരതം വാഴ്ത്തി പുകഴ്ത്തുവാനുള്ള കൃപ നൽകണമേ. ഈശോയെ, ഈ ഭൂമിയുടെ ജീവിതത്തിൽ എന്നും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുവാനാണ് ഈ പ്രിയപ്പെട്ട പിതാവെന്നും ആഗ്രഹിച്ചത്. ഇന്ന് തൻ്റെ ഏകലോകവാസത്തിൽ ഇരുന്നുകൊണ്ട് പരലോകപ്രാപ്തനായിരിക്കുന്ന അപ്പച്ചനെന്നും അങ്ങയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് അങ്ങയുടെ തിരുവചനം എന്നും ശ്രമിച്ചുകൊണ്ട് എന്നും അങ്ങേ മാത്രം കണ്ടുകൊണ്ട് അങ്ങേക്ക് സ്തുതികൾ പാടി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ഈ അപ്പച്ചൻ്റെ വേർപാട് മൂലം വേദനിക്കുന്ന പ്രിയപ്പെട്ട മാതാവിനെയും എല്ലാ മക്കളെയും ഏറെ പ്രത്യേകതമായി ഞങ്ങളുടെ പ്രിയ സഹോദരി ഷീലുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവരോരോരുത്തരും അനുഭവിക്കുന്ന വേദനയിലേക്ക് ഈശോയെ കടന്നു ചെല്ലണമേ. അവർക്കെന്നും താങ്ങേ തണലായി കൂടെ ഉണ്ടായിരിക്കണമേ. ഇനി ഒരിക്കൽ നമ്മളെന്നും ഒരുമിച്ച് കണ്ടുമുട്ടാവുന്ന പ്രത്യാശയിൽ ജീവിക്കാൻ ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാം പ്രിയപ്പെട്ട ദൈവശുശ്രൂഷകരെയും ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സ്നേഹത്താലും നിറയ്ക്കണം. ഈശോയെ, ഞങ്ങളുടെ അപ്പച്ചനിലൂടെ അങ്ങ് ഞങ്ങളുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ടല്ലോ. ഇനിയും സ്വർഗപ്രാപ്തനായിരുന്നു കൊണ്ട് അങ്ങ് ഞങ്ങൾ കൃപ നൽകണമേ. ഒരിക്കൽ കൂടി ഈ അപ്പച്ചൻ്റെ ആത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഭൂമിയിലായിരുന്നപ്പോൾ പോയ എല്ലാ പാപകടങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ മഹത്വത്തെ ദർശിക്കുവാൻ ഞങ്ങളിടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമേ, ആമേൻ. കർത്താവിയാൽ നിന്നുമിപ്പോൾ ആർത്തനായി തീരുന്നു പാപിയായി.
ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതിനുള്ള ഞങ്ങൾ ചോദിക്കുന്നുള്ള ഞങ്ങളുടെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ അങ്ങേയോടൊപ്പമായിരിക്കുന്നു എന്ന വിശ്വാസം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവനും അങ്ങയുടെ കരുതായിരിക്കുന്നവരും അങ്ങനെയുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുവാനും അങ്ങയുടെ വരെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. കർത്താവിന്റെ പ്രിയരേ, ആയിരങ്ങളിലും സീസായി ഇടവകയുടെ വളരെ പാരമ്പര്യമുള്ള ഒരു ഭവനത്തിലെ അംഗവും ഈ ആലയത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങേറ്റം ദേശത്തിലും ആലയത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഭവനത്തിൻ്റെ അംഗവും തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഈ ആലയത്തോട് ചേർന്ന് വിശ്വസ്തയോടുകൂടെ തങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കാൻ തക്കവണ്ണം വളരെയധികം പ്രയത്നിക്കുകയും ചെയ്ത പ്രിയമുള്ള പിതാവ്, ഞാനിവിടെ വന്ന ചാരിത്രത്തിന് ശേഷം പലപ്പോഴും ശാരീരികമായി വാർദ്ധക്യസഹജമായ ഒത്തിരി പ്രയാസങ്ങൾക്ക് ഉണ്ടെങ്കിലും ആരാധനയിൽ പങ്കെടുക്കുന്നതിനും കുടുംബ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുവാൻ തക്കവണ്ണം വലിയ തീക്ഷ്ണത കാട്ടിയ ഒരു വ്യക്തിയായിരുന്നു. നടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടെങ്കിലും 7 മണിക്കുള്ള കുടുംബ പ്രാർത്ഥനകളിൽ പല സമയങ്ങളിലുള്ളപ്പോൾ ചില ദിവസങ്ങളിൽ വളരെ വേഗം ഓടി ഇവിടെ പള്ളി അങ്കണത്തിൽ വരും. എന്നിട്ട് ആ ഫ്രണ്ടിൽ വന്ന് അവർ ബെഞ്ചുണ്ടാകും, ആ ബെഞ്ചിൽ കൊണ്ടിരിക്കും. അപ്പം ഞാനും കൊച്ചമ്മയും ആരാധനയ്ക്ക് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതുക്കെ അടുത്ത് വരും. എന്നിട്ട് പറയാം, ഞാനും വരും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് കുടുംബ പ്രാർത്ഥനകൾക്ക് പോയിട്ടുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ഒരു പക്ഷേ ഒന്ന് താമസിക്കുന്നെങ്കിൽ അദ്ദേഹം ഇറങ്ങി നടക്കും. കുറേ മുമ്പ് പോയിരിക്കും. ഞങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് പോകാറുണ്ട്. അത് എനിക്കൊരു വലിയ അനുഗ്രഹമായി തോന്നി. അതോടൊപ്പം തന്നെ ആലയത്തിൽ പരമാവധി ദിവസങ്ങളിൽ എത്തുകയും ആരാധനകളൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന രോഗാതുരമാകുന്ന സാഹചര്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകയും ദൈവരാജ്യത്തിന്റെ അവകാശിയാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ കുടുംബത്തിന് നൽകണമേ. മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ദൈവത്തിന്റെ തിരുഭാഷവാസം നൽകട്ടെ. വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് പിൻപറ്റി ജീവിക്കാൻ തക്കവണ്ണം ദൈവങ്ങളെ ഒരുക്കട്ടെ. ആലയത്തോട് ചേർന്ന് ആലയത്തിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സാഹചര്യങ്ങൾ ദൈവങ്ങൾക്ക് വേണ്ടി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വേദനകളിൽ ഇടവകയായി പങ്കെടുക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്നു. ദൈവങ്ങളുടെ വേദനകളൊക്കെ സമർപ്പിച്ച് ദൈവകൃപയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള അവസരങ്ങളെ ദൈവം നൽകുമെന്ന് പ്രത്യാശിക്കുന്നു. ഈ സമയം നമ്മുടെ കയ്യിലായിരിക്കുന്ന പ്രിയമുള്ള വലിയ പുരോഹിതന്മാരും പ്രിയമുള്ളവർക്കൊക്കെ അനുശോചനം ചെറുവാക്കുകളിൽ പറയുവാനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത റിലേഷനുള്ള പ്രിയമുള്ളവർക്കൊക്കെ ഈ പ്രിയമുള്ളവരെ കുറിച്ച് ചില വാക്കുകൾ പറയുവാനുണ്ട്. അത് പറയുവാനുള്ള അവസരമായി നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ വിശുദ്ധം എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രത്യേക ശുശ്രൂഷ പങ്കെടുക്കാം. പ്രത്യാശയുടെ വാക്കുകൾ പറയുന്നത് ഈ ആലയത്തിൽ നൽകാൻ അവസരമുണ്ടായി. ഞാൻ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ കൊച്ചപ്പനാണ് ദൈവം സ്തുതിക്കപ്പെട്ടത്.
വിവാഹ സമയം മുതൽ സാൽവേഷൻ പ്രകടനത്തിൽ നിന്ന് അങ്ങനെയുള്ള ക്രമത്തിൽ നിന്നും ദക്ഷിണേന്ത്യ സഭയുടെ ക്രമത്തിലേക്ക് വന്ന് വിവാഹമെത്തി അതിനെ തുടർന്ന് ഞങ്ങളുടെ ലഭിക്കുന്ന വാർത്ത ഈ ആലയം അനുഗ്രഹമായിരിക്കും എന്ന സാക്ഷ്യത്തോട് ഓർത്തത് ഞങ്ങൾ സന്തോഷത്തോടെ ചർച്ചിന്റെ ജീവിതത്തെ ഓർക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന എല്ലാ സന്ദർഭങ്ങളും കുടുംബകാര്യങ്ങളല്ല സംസാരിച്ചു. അദ്ദേഹം പുതിയ മഹാൻ ഉണ്ടാകുന്നതിൻ്റെ പുതിയ മഹാനെ കുറിച്ചും അതിനു മുമ്പ് തെക്കുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച പ്രവർത്തന ധാരകളെക്കുറിച്ചും മിഷൻ പ്രവർത്തനങ്ങളുടെ സമയത്ത് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അത് നൽകിയിരിക്കുന്ന മക്കൾ ഓരോരുത്തരും തന്നെ എന്നെ സാക്ഷാത്കാരം നിർവഹിച്ചാണ് അവരുടെ സ്നേഹത്തിൽ എന്നെ കത്തിക്കൊള്ളുന്നത്, പ്രാർത്ഥനയും കത്തിക്കൊള്ളുന്നത്. പുതിയ തലമുറകൾക്ക് ഒരുമിച്ച് ചേർന്ന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ആക്റ്റീവ് ബൈബിൾ സ്കൂളിൽ ശുശ്രൂഷകൾ ചെയ്തു വരുമ്പോൾ അവിടെ വെളുത്ത പൂക്കൾ ധാരാളം പ്രവർത്തിക്കും. അത് ചോദിച്ചപ്പോൾ ആക്റ്റീവിലെ അമച്ചു വന്നു. അത് എപ്പോഴും പോകും. ആ സെയിൽസ് എന്ന് പറഞ്ഞാൽ അവരെ എപ്പോഴും അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശ്രമിക്കുകയും പ്രത്യേക ദിവസങ്ങൾ മാത്രമല്ല എന്നും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവം. എൻ്റെ ആക്റ്റീവ് ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥിയെ പഠിച്ചു വരികയും ഇവിടെയുള്ള മക്കളെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉറപ്പാക്കുകയും പുതിയ തലമുറകളെ സംസാരിക്കുകയും ചെയ്യുന്ന അമ്മയായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ജീവിച്ചിരിക്കുന്ന അമ്മ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടും അതേസമയം ദൈവത്തിൻ്റെ ശ്രദ്ധയും ഭക്തിയോടും അവരോടുള്ള സ്നേഹം കൊണ്ടും ഈ സമയത്ത് ചില കാര്യങ്ങൾ ഓർമ്മിക്കുകയും നമ്മുടെ ഓരോരുത്തരും സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ കാഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള അതിമനോഹരമായ വാക്കുകൾ ചില നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ക്രൈസ്തവ പ്രമാണമനുസരിച്ച് ലളിതാസനെ ഇവിടെയുള്ള സെമിത്തേരിയിൽ അടക്കം ചെയ്യും. പക്ഷേ ഈ ശരീരത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അവിടെ രൂപാന്തരപ്പെടുത്തി ചേർക്കും എന്നുള്ള വിശ്വാസത്തിൽ തലമുറകളായി ദൈവം ആശ്രയിക്കുകയും ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ലളിതാസൻ കർത്താവിൻ്റെ വരവിൽ അവിടെ ഓരോരുത്തരുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിൻ്റെ പുതിയ ദിവസത്തിൽ കർത്താവിനോടുകൂടെ സന്തോഷിക്കുന്നത് മഹത്വത്തിൽ എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയോടുകൂടെ നമുക്ക് യാത്ര. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് എൻ്റെ വിശ്വാസികളുടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എപ്പാനോസ് തലമയിൽ മിഷന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നത് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിരിക്കും വലിയ ശക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെച്ചപ്പെട്ട അമേരിക്കയിൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷം. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു തരണം. കാരണം മിക്കവാറും പോകുന്ന വീട്ടിൽ വരുമ്പോൾ ഇവിടെ നിന്നുള്ള പ്രത്യേക വയലിൽ നിന്നുള്ള നന്മകളെ ചുമന്നുകൊണ്ട് ആളുകളുടെ കൂടെ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ വീട്ടിലെപ്പോഴും അതേ വരുമ്പോൾ ഒരു സന്തോഷം, ഐശ്വര്യം, ഉത്സാഹവും ഭക്ഷണവും ഒരു കരുതലൊക്കെ വരുന്നതിന് സന്തോഷമാണ്. തെക്കൻ പ്രദേശത്തിലെ പാത്രത്തോടും വളരെ വിശേഷമായ ചില സ്വഭാവങ്ങളെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നത് അത് സുവിശേഷത്തെക്കുറിച്ചും അതിൻ്റെ വ്യാപനത്തെക്കുറിച്ചും ഈ പുതിയ മഹാനെ കുറിച്ചും അതിലൂടെ നടത്തപ്പെടേണ്ട മിഷനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങളോ ഒരിക്കലും ഞങ്ങളുടെ ചർച്ചാ വിഷയമായി എപ്പോൾ കണ്ടാലും അടുത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അടുത്തെന്തൊക്കെയാണ് പ്രവർത്തനം, അതാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ നിർവചനത്തിലാണ് ഈ വാക്യം ഞാൻ വായിച്ചത്. നമുക്ക് രണ്ട് പൗരത്വമുണ്ടല്ലോ. ഭാരതത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നത് ഭാരതത്തിലെ അനുസരിച്ച് ഐഡന്റിറ്റി കാർഡുള്ളത് ഒരു പൗരനാണ്. പക്ഷേ യേശുക്രിസ്തു വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മറ്റൊരു പൗരത്തിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഈ പ്രത്യാശയുടെ പൗരനോട് പറയുന്നത് നമ്മുടെ പൗരനും സ്വർഗത്തിലാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലുള്ള പിതാവിന്റെ സ്വഭാവവും ആ രാജ്യത്തിൻ്റെ പൗരത്വത്തിൻ്റെ സ്വഭാവവും നമ്മുടെ വിശ്വാസങ്ങൾക്ക് നിലനിൽക്കുന്നു. അതിനാണ് ആദ്യങ്ങളിൽ വെളുപ്പക്കൂട്ടിലെല്ലാം ഓർമ്മിച്ചത്. എന്ത് നിലനിൽക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും പോകും, എപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോഴും ആരോഗ്യം, എപ്പോഴും പ്രാർത്ഥനയുള്ളത്. അങ്ങനെയുള്ള ഒരു വിശ്വാസ സംഭവം നിലനിന്നത് ഇനി നിലനിൽക്കുന്നത്. ഇപ്പൊ തലമുറകളെ കൈമാറി വരുന്ന വലിയൊരു പൈതൃകത്തിന്റെ തുടർച്ചയാണ്.
പള്ളിക്കാടിന് വീട്ടിലുള്ളത്. ആ പ്രിയപ്പെട്ടവരുടെ പുതിയ തലമുറകൾക്ക് ഈ പിതാവിനോട് അനുഗ്രഹം ലഭിച്ചു. നമുക്ക് എന്തെല്ലാം അറിവുണ്ടായിരുന്നു അതിനോടൊപ്പം ഒഴുകാലും ഒരു വൈദ്യുതവും കൊടുത്തത് സർവശക്തന്റെ നന്മയുള്ള പിതാവാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടും ദൈവത്തിലുള്ള ആശ്രയത്തോടും പറയാം. അദ്ദേഹത്തെ പൗരത്വം സ്വീകരിച്ചിരിക്കുന്നത് കർത്താവിലേക്ക് ആകാശത്തിലേക്ക് കർത്താവ് വിളിച്ചതുകൊണ്ട് ചേർന്നു. രോഗദുഃഖത്തിൽ കൂടെയാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലാതെ അവസരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ദൈവം വിളിക്കുമ്പോഴേ പോകാൻ പറ്റും. അദ്ദേഹം അതിന് വിജയിക്കുമ്പോൾ ദൈവം തന്റെ ഇഷ്ടത്തിന് തന്റെ സ്നേഹത്തിൽ ചേർന്നു. ഇതൊരു പ്രത്യാശയുടെ ധൈര്യത്തിൽ പറയാൻ കാരണം അദ്ദേഹത്തോടെ ഇപ്പോൾ സ്വന്തത്തെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാമെന്നായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ കാണാൻ അവസരത്തില്ല. മാതാപിതാക്കൾ അവരുടെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൾ, അവരുടെ ദൈവസന്നിധി ഈ പള്ളിയിൽ തന്നെ എത്രയോ ആളുകളെ അവരെല്ലാം ഉണ്ട്. അപ്പോൾ അവർ വിശ്വാസത്തെ ഒരു വലിയ സമൂഹത്തിലാണ്. പേര് പറയാൻ പറ്റാതെ അതേസമയം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്തു. സ്വന്തം രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് കൈക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിലാണ് നമ്മൾ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ വിശ്വാസത്തിൽ തുറന്നെങ്കിലും നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ തന്നെയാണ് ഉറപ്പാക്കുന്ന അവസരമായിട്ടുണ്ട്. ഈ പ്രിയദാസനെ പ്രേരിപ്പിച്ച സമയം കർത്താവ് പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മളോട് ആലോചിക്കുന്നു. കർത്താവ് സകലവും എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും തൻ്റെ വ്യാപാര ശക്തിയുള്ളൂ. അത് യേശു പ്രത്യേകം നമ്മുടെ ഈ കാഴ്ച മനുഷ്യപോയി ഈ ശരീരം കർത്താവിൻ്റെ ശരീരത്തോട് ഭക്തരുടെ ശരീരത്തോട് അവിടെ നിർവ്വാഹപ്പെട്ടു. അതിനോട് ചേർന്നു കർത്താവിനോട് കർത്താവിനെ നാം പുറത്തോട്ടെ എളിയദാസന്റെ ജീവിതത്തിനായി അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവ കുടുംബമായി നിലനിന്ന് ഈ പ്രദേശത്തെ ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തുന്ന ദൈവത്തെ കുടുംബത്തിൽ സംഘടിപ്പിക്കുന്നു. മക്കളെയും കുടുംബത്തെ ഓരോ അംഗങ്ങളെയും തീരുമാനിക്കുകയില്ല. പുതിയ തലമുറയിലൂടെ ഈ പ്രിയപിതാവിൻ്റെ വിശ്വാസികൾ സേവാദിച്ചു ആ കർത്താവിന് വേണ്ടി സാക്ഷി ജീവിതം ചെയ്ത് ആദ്യത്തെ സാക്ഷികളുള്ള അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയുള്ള തരത്തിലുള്ള തലമുറകൾ കൊടുക്കാൻ കഴിയട്ടെ എന്ന് അനുഗ്രഹിച്ചു. തൻ്റെ ശരീരത്തോട് നമ്മളെ ചേർത്ത് മഹത്വത്തോടുകൂടെ മതത്തിൻ്റെ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം കുടുംബത്തിലെല്ലാവർക്കും ആശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അത്യാവശ്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും നയിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഞാൻ ശുശ്രൂഷ നടത്തിക്കുന്നു. സെന്റ് തോമസ് ചർച്ച് മുഖത്തല സഹോദരത്തിലേക്ക് ഞാൻ അംഗമായി കല്യാണത്തിൻ്റെ എല്ലാവർക്കും ഈ വീണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്തോത്രങ്ങൾ അർപ്പിച്ചു. വാക്കുകൾ അവസരം സ്നേഹമാണ്.
ഇപ്പോൾ ഇടവകയിലെ സ്ത്രീജന സഖ്യത്തിൻ്റെ പ്രത്യേക നീക്ക സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടവകയുടെ പേരിലുള്ള പ്രത്യേക നീക്കം സമർപ്പിക്കുകയും പ്രിയമുള്ള സെക്രട്ടറി സാർ, ഇടവക സെക്രട്ടറി സാറിന് അനുശോചനം അറിയിക്കുകയും ചെയ്യണം. ഇപ്പോൾ സ്ത്രീജന സഖ്യത്തിൻ്റെ പ്രിയമുള്ള നീക്ക സമർപ്പിക്കുന്നു. ഇടവക സെക്രട്ടറിയിൽ നിന്ന് ഈ പ്രിയമുള്ള ഭാഷണത്തെക്കുറിച്ച് ഇടവകയിലുള്ള ദൈവത്തിൻ്റെ സജീവമായ ജീവിതത്തെക്കുറിച്ചും നമ്മളോട് ചില വാക്കുകൾ അറിയിക്കുകയും അതോടൊപ്പം ഇടവകയുടെ ഇതിനുള്ള നീക്കം സമർപ്പിക്കുകയും സെക്രട്ടറി ദൈവത്തിൻ്റെ ഏറ്റവും അതിപരിശുദ്ധമുള്ള നാമം ഒരിക്കലും മഹത്വപ്പെടുമാറാകട്ടെ. ആയിരം സഭാംഗമായ പടയത്താഴികൾ ശ്രീ സ്തേഫാനോസ് 79 വയസ്സ് പ്രായമുള്ള പിതാവ് കഴിഞ്ഞ ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടി ഈ ഭൂമിയിൽ നിന്നെ ജീവനെ കൊടുക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ ദുഃഖത്തിലും അതിൻ്റെ ശുശ്രൂഷകർക്കും ഇവിടെ എത്തിയിരിക്കപ്പെട്ട ഈ ശുശ്രൂഷ നേതൃത്വത്തിന് ആലയത്തിലായിരിക്കുന്ന ബഹുമാന്യം സ്നേഹമുള്ള അച്ഛന്മാരെ, പിതാവിൻ്റെ സഹധർമ്മിണി, മക്കൾ, ചെറുമക്കൾ, ബന്ധുമിത്രാദികൾ, വിവിധ ഇടവകയിൽ നിന്നുവന്ന പ്രിയപ്പെട്ടവരെ, ദേശവാസികളെ, ദേവനും ദൈവനാമത്തിലുള്ള സ്നേഹബന്ധത്തെ ഞാൻ ആദ്യമായി അറിയിച്ചുകൊള്ളട്ടെ. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമാണ് മരണം. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തിക്ക് മരണം സുനിശ്ചിതമാണ്. ഈ ലോകത്തിലുള്ള ജീവിതം അവസാനിക്കുന്നു എന്ന് മാത്രമുള്ള മരണം കൊണ്ട് അവസാനിക്കുന്നു. എന്നാൽ മർത്തരാജ്യത്തിലുള്ള ഒരു പ്രവേശനത്തിലേക്കുള്ള കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ് മരണം മൂലമുണ്ടാകുന്നത്. പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ഈ മരണം എന്ന് പറയുന്നത്. ഏത് മനുഷ്യനായിരുന്നാലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന് മാത്രമേ സാധിക്കൂ. പിതാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 79 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാനും കുടുംബമായിട്ട് ഒരു കുടുംബജീവനം ദൈവത്തോട് ചേർന്ന് കെട്ടിപ്പിടിക്കുന്നതിന് ആലയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതിന് പ്രിയപ്പെട്ട പിതാവിന് സാധിക്കുകയുണ്ടായി. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും മുന്നിലായിട്ട് വരികയും പല ദിവസങ്ങളിലും നിശ്ചയിച്ചപ്പെട്ട ഭവനങ്ങളായിരിക്കില്ല, മറ്റു ഭവനങ്ങളിൽ തന്നെ ചെന്നിട്ട് ആ ഭവനത്തിലായിരിക്കുന്ന പ്രാർത്ഥന അത്രയും വ്യക്തികളോട് പോയി ആലയത്തിലെ ഞായറാഴ്ച ശുശ്രൂഷകളൊക്കെ വളരെ രാവിലെ തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട പിതാവ് വളരെ കഠിന അധ്വാനം ചെയ്ത് ഒരു കുടുംബജീവിതം മാതൃകയുള്ള കുടുംബജീവിതം നൽകുകയും അവരുടെ മക്കളെ വളരെയധികം ഭദ്രമായി അവർക്ക് വേണ്ടുന്നതായ വിദ്യാഭ്യാസങ്ങൾ അവർക്ക് വേണ്ടുന്ന നല്ല ആലോചനകളൊക്കെ കൊടുത്ത് ഈ മക്കളെ പുലർത്തി ആലയത്തിനെയും മറ്റു ശിക്ഷകൾക്കും വേണ്ടുന്ന വിധത്തിൽ നേതൃത്വം നൽകുന്നതിനുള്ള കഴിവുകൾ മൂലം നൽകുകയും ഒക്കെ ഇതിനും സഹായത്താൽ ചെയ്യുകയുണ്ടായി. എന്നാൽ നാം നോക്കുമ്പോൾ ഈ 79 വർഷക്കാലം ദീർഘവർഷക്കാലം കൂടി ശിക്ഷ മൊത്തം ജീവിക്കാൻ പ്രിയപ്പെട്ട ഈ പിതാവിന് സാധിച്ചു. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാലങ്ങളിൽ ഈ തലങ്ങളിൽ നോക്കുമ്പോൾ അനേക വ്യക്തികൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഓടി മനസ്സിൽ 8 വയസ്സ് വരെ കുട്ടി മരിക്കുകയുണ്ടായി. അപ്പോൾ ആ കണക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് ഇത്ര തന്നെയാണ്. അവർ മക്കളെ പാർക്കേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ 79 വർഷക്കാലം ദൈവം അത്ഭുതമായി കാത്തുവരികയാണ്.
വിവിധ തരത്തിലുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഇവയൊക്കെയും തരണം ചെയ്ത് ദൈവം തന്നെ മകനെ 79 വയസ്സാണ് ഒരു കാലം നൽകി ദൈവം തൻ്റെ മകളെ സഹായിച്ചിട്ടുണ്ട്. 90 സംഘത്തിനടുത്ത് ഒരു വാക്യം പറയുന്നത്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച സന്ദർശനങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഈ ഭൂമിയിലെ ജീവിതം നാം നോക്കുമ്പോൾ വളരെയധികം കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും ഒക്കെയുള്ള ആളുകളാണ്. എന്നാൽ ദൈവം ഒരുക്കുന്നതായിട്ടുള്ള ദൈവം അല്ലെങ്കിൽ ദിവനമായി പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഹൃദയം കരുതി പോകരുത് എന്ന് വിശ്വസിക്കുകയും എന്നാണ്. കർത്താവായ യേശുക്രിസ്തു വരുന്നതായ ആ നിത്യപാദത്തിലായിട്ട് ചെന്ന് ചെയ്യുവാൻ പ്രിയപ്പെട്ട പിതാവിനെ സഹായിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ ആ ആത്മാവിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പാലിൻ്റെ മധ്യ പ്രയാസങ്ങളുടെ മധ്യേ രോഗങ്ങളുടെ മധ്യമൊക്കെ കഴിഞ്ഞ നാളുകളിൽ വളരെ ഭാരത്തോട് അനേക ദിവസങ്ങളിൽ ഐസി കിടക്കുകയും അതുപോലെ കിടക്കുകയും വീട്ടിടുകയും വീട്ടിൽ വെച്ചാണ് ഈ രോഗം മൂർധന്യാവസ്ഥയിലേക്ക് വരികയും മരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ രോഗം ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയപ്പെട്ട മക്കൾക്ക് മരുമക്കൾക്കൊക്കെയും അവരെ വേണ്ടുന്ന വിധത്തിലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഒരുപാട്. അതുകൊണ്ട് അവർക്ക് ഈ പിതാവിനെ മക്കളെ കാണുന്ന ചെറുമക്കളെ കാണുന്നതൊക്കെയും ദൈവം കൃപ നൽകി. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ ആലയത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഓർക്കുന്നു, എല്ലാ മാതൃകളെയും ഞങ്ങൾ ഓർക്കുന്നു. അതിൻ്റെ പേരിൽ സഭയുടെ പേരുള്ളതായിട്ടുള്ള ആയിരത്തിലെ ഇടവേളയുടെ പേരുള്ളതായിട്ടുള്ള അനുശോചനവും ആദരാജ്ഞയും അർപ്പിച്ചോടെ ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 94-ാമത്തെ വാക്ക് ആനന്ദശോഭയും ഇവിടും. ആനന്ദം ശോഭനേ നിത്യവീടുണ്ടേ സർവദാ സന്തോഷം അവിടെ കാണുമേ ദൂതപാടും സംഗീതം സിംഹാസനത്തിൻ ചുറ്റും എന്നും ഞാൻ ചെന്നും ചേരും ആനന്ദവീതിയിലേ. ആനന്ദമേ സന്തോഷമേ ഞാൻ ചേരുമ്പോൾ ആനന്ദമേ പുഷ്പങ്ങളാനവീ എന്നും പൂക്കുമേ ബാലഗീതം പാടി കീർത്തിക്കും യേശുവേ. ഇന്ദ്രസ്വരം മുഴങ്ങും സിംഹാസനത്തിൻ ചുറ്റും എന്നും ഞാൻ ചെന്നു ചേരും ആനന്ദവീതിയിലേ. ആനന്ദമേ സന്തോഷമേ ഞാൻ ചേരുമ്പോൾ വീട്ടിൽ ആനന്ദമേ വേഗത്തിൽ ഞാനും ചേരും ആനന്ദവീതിയിലേ. ക്രിസ്തു എന്റെ ജീവൻ ആനന്ദിക്കലേ. വേഗം യേശുവേ കാണും രാജനമാടുന്നവൻ അന്നു ഞാൻ ചെന്നു ചേരും ആനന്ദവീതിയിലേ. ആനന്ദമേ സന്തോഷമേ ഞാൻ ചേരുമ്പോൾ വീട്ടിൽ ആനന്ദമേ. ദൈവത്തിന് ഈ ശുശ്രൂഷയിലേക്ക് ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലും അനുശോചനം രേഖപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് താമസിച്ച് ഈ ശുശ്രൂഷയ്ക്ക് എത്തിച്ചേരാൻ അനുശോചനം രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ അതിനുള്ള ചെറിയ അവസരമുണ്ട്.
അതിനുവേണ്ടി വിശുദ്ധ യാത്രയെ ധ്യാനം നമുക്ക് ഇല്ല. കുറച്ച് സമയം നമുക്ക് അതിലേക്ക് താല്പര്യമുള്ള ഈ ഇടവകയിലുള്ള അതിഥി മനുഷ്യരുടെ ബന്ധുക്കൾക്ക് സ്ത്രീകൾക്ക് അഭിലാഷങ്ങൾക്ക് മക്കൾക്കോ പരിഗണനക്കോ സ്ത്രീകൾക്കോ നൽകുന്നു. ദയവായി താല്പര്യങ്ങളോട് മുൻപോട്ടുള്ള മനുഷ്യരെ അറിയിക്കാറുണ്ട്. തെസ്സലോനിക്കർക്ക് ഒന്നാം ലേഖനം 4:18 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർക്ക് എത്തിക്കാതിരിക്കരുത്, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചിരുന്നിരിക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിലും അങ്ങനെ തന്നെ ദൈവബന്ധനമുള്ളവരെ യേശുക്രിസ്തു മുഖാന്തരം ഭവനങ്ങളോട് വരുത്തുന്നു. കർത്താവിന്റെ പ്രത്യക്ഷ വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ആഹ്ലാദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ അവനെ കർത്താവിനെ എതിർപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. ഈ ആശ്വാസവചനങ്ങൾ കുടുംബത്തിലെല്ലാവർക്കും വിശ്വാസ സമൂഹത്തിനും ആശ്വാസത്തിന് കാരണമായി ഉപയോഗിക്കുന്നത് ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നവരുടെ സ്നേഹം ബഹുമാനമുള്ള വിശ്വസഭയുടെ ഐതിഹാസികപതി സേവയുടെ സേവാ സോഷ്യൽ പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ എന്നിവിടെ ഞാൻ വിവിധ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്ന കാണിച്ചു ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രിയ വർഷക്കാലത്തെ സഹോദരൻ ഇവിടെ അയക്കാനായിട്ട് സാധിച്ചത് ദൈവരാജന്റെ അങ്കലെന്ന നിലയിൽ നിലയിൽ കുടുംബ പ്രാർത്ഥനകൾക്ക് സജീവമായി പങ്കെടുക്കുന്ന ആളെന്ന നിലയിൽ ആരാധനയിലും സജീവമായി പങ്കെടുക്കുന്ന ആളെന്ന നിലയിൽ ഒരു നല്ല കർഷകരെന്ന നിലയിൽ വളരെ വിശ്വാസത്തിലുള്ള ഈ ശാസ്ത്രീയ പ്രദേശങ്ങളിൽ നല്ല നാടുകൾ കാട്ടുകൊണ്ട പ്രിയ സഹോദര കുടുംബത്തോടൊപ്പം സ്റ്റെഫാനോസ് എന്ന പേരിനെ ദൈവം നൽകിയിരിക്കുന്ന ആ ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് നിലനിന്ന ആ നല്ല ദൈവ
ഇപ്രകാരമുള്ള എന്നോട് ഓർമ്മിപ്പിക്കുന്നതുപോലെ നമ്മുടെ പൂർവികർ അവരുടെ പ്രാർത്ഥനയും അവരുടെ വിശ്വാസമാണ് സഭയെ നിലനിർത്തി ഇന്നും സഭയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ഈ മനോഹരമായ ഈ മഹാനഗരിൽ ആയിരുന്ന പ്രദേശത്ത് നിന്ന് ധാരാളം സ്ഥലത്തെ കടന്നുകയും പഠിക്കുകയും അതിലൂടെ വിവിധ തരത്തിൽ വളർന്നു വരികയും വളർത്തപ്പെടുകയും ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ അദ്ദേഹത്തെ പങ്കെടുക്കും. അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥലത്ത് ധാരാളം കടന്നു വരുവാനായിട്ട് കാഴ്ചപ്പാട് ഇന്നും ആ ദർശനവും കാഴ്ചപ്പാടും നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുവാനായിട്ട് ഇന്ന് വിഷ്ണുക്കാരായിട്ട് നമ്മളെ അതിന് ആ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാൻ ഇപ്രകാരമുള്ള അതുകൊണ്ടാണ് ഒരു ചർച്ച ഈ കാര്യങ്ങൾ ഹൃദയത്തോടും ഹൃദയത്തോടുകൂടെ സൂക്ഷിച്ച നിർവഹിക്കുവാൻ സാധിക്കും. അങ്ങനെ പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായി ഒരു പുതിയ തലമുറയെ വാർത്തു രാവിലെ തന്നെ എൻ്റെ സെക്രട്ടറി കുഞ്ഞിനെ ആശുപത്രിയിൽ കാര്യങ്ങൾ ആ കുഞ്ഞിനെ ഞാൻ കൈയെടുത്ത പ്രാർത്ഥിച്ചത് പുതിയ പുതിയ തലമുറയുടെ പുതിയ തലമുറ മൂന്നാമത്തെ ജനറേഷൻ വരുമ്പോൾ ഈ മഹാനഗരിയിൽ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് ഞാനെപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത് 100 വർഷം മുമ്പോട്ട് അതുകൊണ്ട് പലപ്പോഴും അവരവർക്ക് അന്നത്തെ കാര്യം നടത്തി പോകാം എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ അന്നത്തെ കാര്യം നടന്നു 100 വർഷം കഴിഞ്ഞു നടത്താനായിട്ട് സാധിക്കും. അതാണ് വിശ്വന്മാർ ചെയ്യുന്നത്. അവരെപ്പോഴും വളരെ ദീർഘവീക്ഷണത്തോടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, സമയത്തിന്. അപ്പോൾ അങ്ങനെ ദീർഘവീക്ഷണത്തോട് ചെയ്യുന്ന ഭക്തനാണെന്ന് കാണുന്നത് ഈ മരണത്തിലൂടെ നിങ്ങൾക്ക് വിശ്വാസത്താൽ നമ്മളെ ജീവിക്കുന്നത് വിശ്വാസത്താൽ. ഈ വിശ്വാസം കയറി ആ വിശ്വാസം കയറിക്കൊണ്ട് നിൽക്കാനാണ് സാധിക്കും. ഈ വിശ്വാസത്തിൽ ഞാനെപ്പോഴും പറയുന്നത് വിശ്വാസം വിശ്വാസത്തിലാണ് ജീവിതം. വിശ്വാസം എന്നത് വാശിക്കുന്നതിലൊന്നും എന്നാൽ വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ജ്ഞാനവും പരിജ്ഞാനവും വിശ്വാസം ആ വിശ്വാസത്തിലാണ് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. അതുകൊണ്ടാണ് ഒരു വലിയ ഈ അറിവിന്റെ ഈ പിതാവിന്റെ വിശ്വാസം മക്കൾക്ക് വരുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഈ സ്നേഹം ഭക്തി സഹായം ഈ കുടുംബത്തിലെ അംഗങ്ങളെ വൈദികരായി ഈ മഹാനഗരിയുടെ സെക്രട്ടറി അങ്ങനെ ഈ കുടുംബത്തിന് ഈ കുടുംബം അനുഗ്രഹമാക്കി അനുഗ്രഹിച്ച് വിശ്വാസം സഹായിക്കും. ആരാധനയായി ലോകാംഗ സംഗീതോ പറന്നീടും പരനീശ്വരാജൻ സംഘമാറവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധനായി നേടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ
പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. Our Synod Seva Director, Mr. Jason brother will pray in Tamil. സ്ത്രീ പ്രസവിച്ച മനുഷ്യന് ജീവിച്ചിരിക്കാനുള്ള കാലം അല്പവും അരിഷ്ടതയോടെ നടന്നിരിക്കുന്നതുമാകുന്ന അല്പം പോലെ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നത് പോലെ ഓടിപ്പോകുന്നു. ഒരു സ്ത്രീയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ഓടിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി ഘോഷിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുമുള്ള രക്ഷിതാവേ, നിയമത്തിന്റെ കൈപ്പായ വേദനകളിൽ ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചുകളരുതേ. എന്നാൽ ഞങ്ങളുടെ കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനുമായ കർത്താവേ, ഞാൻ അന്ത്യ നാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തിരഞ്ഞെടുത്ത പ്രത്യാശീലവൃത്തിയായി സ്വീകരിച്ച കർത്താവായ യേശു പുനരുത്ഥാനം ജീവിതമായിരിക്കുന്നതിൽ ഈ പ്രിയ പിതാവ് സ്വസ്ഥത അനുഭവിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴിന്റെ ദാസന്റെ ശരീരത്തിന് ഒരു വിശ്രമസ്ഥലമായി തീരുവാൻ കൃപയറുന്നുവെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
ശിവ